സംഭവത്തിലൂടെ സാജിദ് റാഷിദി എന്ന പുരോഹിതൻ വ്യക്തമാക്കുകയാണ്. ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറൊരു കാര്യവും കൂടി കേട്ടോ. യു പിയില് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. അപ്പോ 11,000 മദ്രസ കുട്ടികളും അധ്യാപകരും കൂടി പൊതുനിരത്തിലിറങ്ങി ഭാരത് മാതാ കീ ജയ് എന്ന് ഉറക്കെ വിളിച്ചു. അതാണ് യു പിയിൽ ഇത് പറയാൻ ഇവർക്ക് പറ്റില്ല. കാരണം യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഒരു തികഞ്ഞ രാജ്യസ്നേഹിയാണ്. രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള വ്യക്തിയാണ്. അർഹമായ രൂപത്തിൽ ശിക്ഷ കിട്ടുമെന്ന് വ്യക്തമായി അറിയാം. ഇവിടെ പറ്റും. കേരളത്തിൽ പലസ്തീൻ പതാക ഉയർത്താൻ പറ്റും. ഹമാസ് ഭീകരനു വേണ്ടി ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റും. ഹമാസ് ഭീകരനായ ഖാലിദ് മിഷേലിന് വിസ ഇന്ത്യ നിരോധിച്ചപ്പോൾ ഓൺലൈൻ വഴിയാണ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗിന് അവസരം കൊടുക്കുന്നത് ഈ മഹാരാജ്യം. ഈ കേരളക്കര, മലബാർ മേഖല. എന്ത് മനസ്സിലായി? ഇവരുടെ ഉള്ളിലുള്ള ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന വിരോധം ചില സന്ദർഭങ്ങളിലെങ്കിലും പുറത്തു വരും. ഇപ്പൊ യു പിയില് തിരിച്ചടിച്ചു. ഗുജറാത്തിൽ പറ്റുമോ? അവിടെയും തിരിച്ചടി കിട്ടും. ഇപ്പോൾ അസമില് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു. കേരളത്തിൽ മാത്രം ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് ഇവരുടെ രീതികൾ എന്തും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു മണ്ണായി ഇവർ ഈ കേരളക്കരയെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് ധാരാളം ബലൂണുകൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് പറന്നു നടന്നിരുന്നു. ആ ബലൂണിന്റെ പിന്നാമ്പുറത്തേക്ക് യാത്ര ചെയ്ത ആളുകൾ കണ്ടത് ജയ് ജയ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണുകളാണ്. ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് കണ്ട മാധ്യമങ്ങൾ വരെ ഞെട്ടി. ആ വാർത്തകൾ പോലും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ പതാകയും ചിഹ്നങ്ങളും പതിച്ച ബലൂൺ ഇപ്പോഴിതാ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പരാതി കിട്ടുന്നു, പോലീസ് കേസെടുക്കുന്നു. എരൂർ ചേലക്ക വഴിക്ക് സമീപം ബിസ്മി സ്റ്റോഴ്സ് എന്ന കടയാണ് പാകിസ്ഥാന്റെ ബലൂണുകൾ വിൽക്കുന്നത്. പാകിസ്ഥാന്റെ പതാക, പാകിസ്ഥാന്റെ ചിഹ്നങ്ങൾ, പാകിസ്ഥാൻ ചിഹ്നം പതിച്ച ബലൂണുകൾ. വെറുതെ പാകിസ്ഥാൻ അല്ല, ഐ ലവ് പാകിസ്ഥാൻ. എൻ്റെ ഒരു സിസ്റ്റർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാകിസ്ഥാൻ മുക്ക്. മനസ്സിലായ? ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഈ പാകിസ്ഥാൻ പ്രേമം ഇന്ത്യ വിരുദ്ധതയുടെ മറുവശമാണ്. അതറിയുന്നത് കൊണ്ടാണ് ഇതിനെ ശക്തമായി അപലപിക്കേണ്ടി വരുന്നതും വിമർശിക്കേണ്ടി വരുന്നതും. ഇപ്പൊ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണ്, പാകിസ്ഥാന്റെ പതാക, പാകിസ്ഥാന്റെ ചിഹ്നങ്ങള്, ഇതൊക്കെയാണ് കടയിൽ വിറ്റത്. ഇപ്പൊ ഈ കടയിൽ നിന്ന് ബലൂൺ വാങ്ങിയ എരൂർ സ്വദേശിക്കാണ് ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണ് കിട്ടുന്നത്. തുടർന്ന് അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായതുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു. ജന്മദിനാഘോഷത്തിനിടയിലാണ് 40 ബലൂണുകൾ അടങ്ങിയ പാക്കറ്റ് ആ വീട്ടുകാരൻ വാങ്ങുന്നത്. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ എഴുതിയ ഒരു ബലൂൺ ലഭിച്ചത് എന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത് എന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേശ്വരം സ്വദേശിയാണ് കട നടത്തിയിരുന്നത്. മൊത്ത കച്ചവടക്കാരിൽ നിന്നാണ് ബലൂൺ പാക്കുകൾ വാങ്ങുന്നതെന്നും അതിലെങ്ങനെയാണ് ഈ വിധത്തിലുള്ള ബലൂൺ പെട്ടത് എന്നറിയില്ലെന്നും കടയുടമ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. അദ്ദേഹം അറിയാതെ ഈ രൂപത്തിൽ ഒരു ബലൂൺ ആ കടയിൽ വരുമോ? കടയുടമയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രതിഷേധിച്ച് ജനങ്ങൾ രംഗത്തിറങ്ങി.
അവർ മാർച്ച് നടത്തി. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ഈ സംഭവത്തെ ഗൗരവത്തോടെ കാണണം എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. കാരണം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ബലൂണുകൾ വാങ്ങുന്നത്. ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഇന്ത്യയിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന ബലൂൺ ഉയരണമെന്ന് ആർക്കാണ് ഇത്രയും ആഗ്രഹം, ആവശ്യം? അറബിയിലല്ലല്ലോ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിലല്ലേ. അപ്പോ ഇതിനെ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും ഇതിന്റെ പിന്നിൽ നിഗൂഢതയുണ്ട് എന്ന് അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ടോ? ആരാണിതിന് പിന്നിൽ? വ്യക്തമായ രൂപത്തിൽ ചില വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബലൂണുകളിൽ നിർമ്മാതാവിന്റെ വിവരങ്ങൾ ഇല്ല എന്നിപ്പോൾ പോലീസ് നിർണായകമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. നമ്മുടെ നാട്ടില് ഇന്ത്യ വിരുദ്ധരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ രാജ്യത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ രാജ്യം അത്തരം ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പുതിയ 3 നിയമങ്ങൾ പരിഷ്കരിച്ചു കൊണ്ടുവന്നത്. അതിനകത്ത് ഭാരതീയ ന്യായ സംഹിതയുണ്ട്. പണി കിട്ടും. കാരണം പാകിസ്ഥാനെ പ്രേമിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ, പാകിസ്ഥാനെ വളർത്താനും ഈ രാജ്യത്തെ തുരത്താനുമാണ് ഇവരുടെ ഭാവമെങ്കിൽ ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഈ രാജ്യം നിർബന്ധിതരാകുകയാണ്. ഇതുമായി നമുക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ കണ്ടിരുന്നില്ലേ? അതുകൂടി ചേർത്ത് വായിക്കണം. ഇവർക്ക് വേറെ എങ്ങും പൊക്കിയാൽ പൊക്കം വരില്ല. ഇവർക്ക് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ തന്നെ പോയി ഉച്ചയും കുത്തി മറിയാൻ ഒരിടം. ആദ്യം നിർമ്മല കോളേജിൽ ഇവർ തുടങ്ങി വെച്ചു. ഉസ്താദ് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടു. ആദ്യം ഒരു കുട്ടി നമസ്കരിച്ചോ, കുറച്ച് കഴിയുമ്പോൾ അതിനെ തുടർന്ന് 2 കുട്ടികൾ വരും. അപ്പോൾ നിങ്ങൾ 3 പേരായി. ക്ലാസ്സിൽ നിന്ന് ബെഞ്ചും ഡെസ്കും ഒക്കെ ഒന്ന് മാറ്റി, അങ്ങനെ മാറ്റി 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 ക്ലാസ്സിലെ 3/4 ഭാഗം ബെഞ്ചും ഡെസ്കും മാറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ സ്ഥാപനക്കാർ തുടർന്ന് നിങ്ങൾക്കൊരു ക്ലാസ് മുറി തന്നെ തരും. പിന്നീട് കൂടുതൽ കുട്ടികൾ നമസ്കരിക്കാൻ വരുന്നതിനനുസരിച്ച് പിന്നീട് നമുക്കൊരു 100-150 കുട്ടികളെ സംഘടിപ്പിച്ച് അതൊരു പള്ളിയാക്കി മാറ്റാം. പിന്നെ പുറത്തു നിന്നൊക്കെ കുട്ടികൾ അവിടെ വന്നു തുടങ്ങും നമസ്കരിക്കാൻ. ഇത്തരം അജണ്ടകൾ കുട്ടികളെ പഠിപ്പിച്ച് ട്യൂഷൻ കൊടുത്താണ് ഇവരെ സ്കൂളിലേക്ക് അയക്കുന്നത്. അബൂബക്കർ മുഹമ്മദ് കുഞ്ഞ്, അതെ, ഇതാണ് വരുമാനം. എന്തേ ഇതാണ് വരുമാനം? പറ, എന്തുണ്ട്? വേറെ എന്തെങ്കിലും ജോലിയുള്ള ഉണ്ടോ? അതോ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി തരാൻ പ്ലാൻ ഉണ്ടോ? എടാ അബൂബക്കറെ, ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ ഖുർആനും ഹദീസും പഠിച്ചിട്ട് യൂട്യൂബ് ചാനലിലൂടെ ഹറാമായ വരുമാനത്തിന് വേണ്ടി സെക്സ് കഥകളും കുളിയും കളിയും മാത്രം പറയുന്ന ഒരുപാട് നിന്റെ വർഗങ്ങളുണ്ട്, മതപുരോഹിതന്മാരുണ്ട്. അവന്മാരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കേ. എന്റെ രാജ്യം മതതീവ്രവാദികൾ ഹൈജാക്ക് ചെയ്യുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ചോദ്യമുണ്ട്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണിത്. എനിക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയും. ഒരാളത് ഉൾക്കൊണ്ടാൽ മതി, എൻ്റെ എഫേർട്ടിന് റിസൾട്ടായി. ഈ രാജ്യത്തിനെതിരെയുള്ള എമ്പാടും ശത്രുക്കൾ ഈ രാജ്യത്ത് വല വിരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം. അയ്യൂബിന്റെ ചൊറിച്ചിൽ ഉടനെ തന്നെ ഞാൻ മാറ്റും. അയ്യൂബ് കുറെ ആയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യൂബേ, നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാടാ ഇത്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഭരണം മാത്രമേ വരാൻ പാടുള്ളൂ.
മറ്റുള്ളവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം. നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം. ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെ പേരിലല്ലടാ, നീ യുദ്ധം ചെയ്യണം. അവൻ നിന്നിൽ കാർക്കശ്യം കാണണം, ഭീകരത കാണണം. അതുവരെ നീ അവനോട് യുദ്ധം ചെയ്യണം. അപ്പോ ഈ നാടിനെ പാകിസ്ഥാനാക്കി മാറ്റുക എന്നത് ഖുർആനിന്റെ അധ്യാപനമാണ്. സർവോപരി പ്രവാചകൻ പഠിപ്പിച്ച ദൗത്യമാണ്. അപ്പോ എന്റെ ബാധ്യതയാണിത്. എന്റെ രാജ്യം ഭീകരരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക എന്നത് എന്റെ ദൗത്യമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നുള്ള ബലൂണുകൾ വിറ്റതും പലസ്തീന്റെ പതാക ഉയർത്താൻ ശ്രമിച്ചതും ഈ രാജ്യത്തിന്റെ വിരുദ്ധരാണ്. ഈ രാജ്യത്ത് അക്രമം നടത്താൻ ശ്രമിക്കുന്നവരാണ്. പാകിസ്ഥാനും പലസ്തീനുമാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാം. ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അനുഭവിച്ചിട്ട് ഇവിടത്തെ ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ പറ്റാതെ പലസ്തീന്റെയും പാകിസ്ഥാന്റെയും ഭീകരതയ്ക്കൊപ്പം നിൽക്കാനാണ് അവരുടെ മതേതരത്വം അവരെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതിനകത്ത് മതേതരത്വമില്ല. അതിനകത്തുള്ളത് വെറും ഭീകരത മാത്രമാണ്. ഈ രാജ്യത്തോടുള്ള വിരുദ്ധതകൾ മാത്രമാണ്. ഈ രാജ്യത്തിന്റെ വിരുദ്ധർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നോ രണ്ടോ ആളുകളോ അതല്ലെങ്കിൽ ഒരു സംഘം ആളുകളോ മാത്രമല്ല, മറിച്ച് അവർ വലിയ ഒരു വിഭാഗമാണ്, വലിയ ഒരു സംഘമാണ്. ബ്ലൂടൂത്ത് ഓഫ് ആയി മോനെ. ഞാൻ ഒരു സ്പീച്ച് കേൾപ്പിച്ച മോനെ ഇതൊന്ന് വെച്ച് അവിടെ വയ്ക്കും. ഇവര് വലിയ ഒരു സംഘമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് വൈകിയിട്ടുണ്ട്. മനസ്സിലായ? ഇവരെങ്ങനെയാണ് ഈ തീവ്രവാദം വളർത്താനുള്ള പണം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ അറിയണം. ഇവർക്ക് എങ്ങനെയാണ് ഈ മതഭീകരതയ്ക്ക് ഇത്രയധികം പണം ലഭിക്കുന്നത്? പണമാണല്ലോ ഏറ്റവും മുഖ്യമായ വസ്തു. അങ്ങനെ നോക്കുമ്പോ ഇവർക്ക് കണ്ടെയ്നറുകൾ കണക്കിന് പണം എവിടെ നിന്ന് വന്നിറങ്ങുന്നു? ആരാണ് ഇവർക്ക് ഇത്രയും പണം നൽകുന്നത്? ഇതൊക്കെ വലിയ നമ്മൾ ചോദ്യം ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്, നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്, നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടുന്ന വിഷയമാണ്. ഇത് നമ്മളെ പല ആളുകളും ഇതൊന്നും ചിന്തിക്കാതെ ഇവരെന്തൊക്കെയോ രൂപത്തില് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സത്യത്തില് കണ്ടെയ്നറു കണക്കിന് പണം വന്നിറങ്ങുന്നത് എവിടെയാണ്? ആരാണ് ഈ പണം ഇവർക്ക് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് ഇത് ലഭിക്കുന്നത്? ഈ പണം കൊണ്ടുവന്ന് ഇവരിത് എന്താണ് ചെയ്യുന്നത് എന്ന് മുമ്പ് ഉണ്ടായിരുന്ന ജനം ടിവിയുടെ എഡിറ്ററാണ്, അദ്ദേഹം തെളിവടക്കം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ട് അടക്കം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് കാര്യം മനസ്സിലാവും. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, അതെങ്കിലും ഉണ്ടാവും. ഈ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരേതൊക്കെ രൂപത്തിലാണ് പണിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കറിയില്ല, കാരണം നമുക്കതൊന്നും അറിയണ്ട. നമ്മൾ വേറെ പലതിൻ്റെയും പിന്നാലെയാണ്. അപ്പോൾ ഈ രാജ്യത്തെ തകർക്കാൻ, പാകിസ്ഥാന് ജയ് വിളിക്കാൻ, പലസ്തീൻ പതാക ഉയർത്താൻ എത്ര പേരാണ് ശ്രമിക്കുന്നതെന്നും അവർക്ക് ഇതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്നും നമ്മളിൽ പലർക്കും അറിയില്ല. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് കണ്ടില്ല. ഓക്കെ, ബ്ലൂടൂത്താണ് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്നേ നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇത് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, ഭയമല്ല വേണ്ടത്, ജാഗ്രത മതി എന്ന് പറയുന്നത് പോലെ ഇത് കണ്ടിട്ട് നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളെ കാര്യത്തോടുകൂടി ചിന്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഏത് ചാനലാണ് ഇത് കാണിച്ചത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഗുജറാത്തിലായാലും അഹമ്മദാബാദിൽ നിന്ന് കൊണ്ടുവന്ന 3 കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താനിടയാക്കിയത്. അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിന് ചരട് വലിച്ചത്. എങ്ങനെയുണ്ട്? ഒരു നീണ്ട പ്രസംഗത്തിന് സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ച സംവാദമാണ്. പക്ഷെ ഞാൻ ആ സംവാദത്തിന് കുറച്ച് വിചാര ബിന്ദുക്കൾ മാത്രമാണ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഗോപാൽജി നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ ബംഗ്ലാദേശിന്റെ പ്രശ്നം ആകസ്മികമല്ല. ഇത് സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ഭാരതത്തെ വെട്ടിമുറിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് നമുക്ക് പറയാം. പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ്? ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ്. ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോൾ ഉണ്ടാകുന്നോ അന്ന് ഈ പ്രശ്നം ചെയ്യും. ഒരു പുസ്തകം മാത്രമേ സത്യമുള്ളൂ, ഒരു പ്രവാചകൻ മാത്രമേ ലോകത്ത്, അദ്ദേഹമാണ് അന്ത്യപ്രവാചകൻ, ഇനി പ്രവാചകനില്ല. അടുത്തിടയ്ക്ക് 2 പുസ്തകം വായിക്കാൻ ഇടയായി. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ നമ്മുടെ രാജ്യത്ത് തന്നെ അനേകം ഭീകര സംഘടനകളും സംഘടനാ നേതാക്കളും രാഷ്ട്രീയ മത വിഭാഗങ്ങളും പൗരോഹിത്യവും രാഷ്ട്രീയ പ്രമുഖരും ഒക്കെയുണ്ട്. പിന്നെ എന്തു ചെയ്യും? എങ്ങനെ നമ്മുടെ നാട് നന്നാകുമെന്നാണ്? ലോകം മുഴുവനും ഇവരെ സംശയത്തോടെ ഭയത്തോടു കൂടി വീക്ഷിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചെടുത്ത് കിണ്ടിയെടുത്ത് പുറത്തിടുന്നത്. ഇതിനെയൊക്കെ ഇവരെയൊന്നും മനുഷ്യഗണത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയത് കൊണ്ട്. അതെ, ഇറാഖിൽ കണ്ടില്ലേ, 18 വയസ്സിൽ നിന്നും നേരെ 9 വയസ്സിലേക്ക് വിവാഹപ്രായമാക്കുക വഴി എന്തു വലിയ സന്ദേശമാണ് ഇവർ ആ രാജ്യത്തിന് നൽകുന്നത്, രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്നത്. 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം മതിയോ പെൺകുട്ടികൾക്ക്? ഈ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ഇവര് കെട്ടിച്ചു വിടുമ്പോൾ ആ കുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുവാണ്. ആ കുട്ടികൾക്ക് എന്തറിയാം? ഇവരിനെയും ആ കുട്ടിക്ക് ലൈംഗിക പക്വതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് ന്യായീകരണങ്ങളുമായി ഇതൊക്കെ നമ്മുടെ നാട്ടിലും സംഭവിക്കാം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 21 വയസ്സ് വിവാഹപ്രായമാക്കിയപ്പോൾ മൂത്തില്ല പോലും ഉസ്താദ് വന്നിരുന്ന് പരിഹസിക്കുക. എന്നിട്ട് ഇവര് പറയാണ്, അങ്ങനെ വന്നാൽ നമ്മുടെ പെൺകുട്ടികൾ വീട്ടിനകത്ത് പീഡിപ്പിക്കപ്പെടും. അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണോ? കുട്ടികൾ വഴിതെറ്റിപ്പോകും. അവനവന്റെ മക്കളെ കുറിച്ച് നല്ല ധാരണ. 9 വയസ്സിൽ വഴിതെറ്റിപ്പോകുന്ന അത്തരം കീടങ്ങളെയാണോ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുള്ളത്? 9 വയസ്സാകുമ്പോഴേക്ക് അവർ വഴിതെറ്റിപ്പോകുമോ? അത്രയ്ക്ക് പിടിച്ചാൽ കിട്ടാത്ത വികാരമാണ് നിങ്ങളുടെ മക്കൾക്കെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ ലോകത്തിന് നൽകുന്നത്? മുത്തലാഖ്, ഒരു സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ ഭർത്താവിനെ തൊലാഖ് എന്ന പദം 1 തവണയോ 3 തവണയോ പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു നിയമം. വിവാഹ ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന മാനമാണ്. മീസാഖൻ ഖലീല, ബലിഷ്ഠമായ ഒരു കരാറാണ് എന്ന് ഖുർആൻ പറഞ്ഞ വിവാഹ ബന്ധത്തെ തൊലാഖ് എന്ന ലളിതമായ പദം പറഞ്ഞു ഒഴിവാക്കുന്ന ഒരു വിവാഹമോചന രീതിയെ നമ്മൾ വിമർശിച്ചപ്പോൾ മുത്തലാഖ് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് നോൺ ബെയിലബിൾ ഒഫൻസായി രാജ്യം അതിനെ പരിഗണിച്ച് നിയമം കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? SD11 വെടി നിന്റെ തള്ള. ആ വെടിച്ചിയുടെ മോനായതുകൊണ്ടാണ് നിനക്കിങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. പറയരുത് എന്ന് വിചാരിച്ചതാണ്. പലതവണ പറഞ്ഞാൽ 1 തവണ തിരിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനുള്ള? അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ടി വരുന്നതല്ലേ? ലിറ്റിൽ മാസ്റ്റർ, നിന്റെ തള്ളയും വെടി എന്തേ? ബഷീറെ, ഉമ്മയുടെ തുണി പൊക്കി നോക്ക്, ഉമ്മ കാണിച്ചു തരും ഉമ്മറം. നിനക്ക് ചില സ്മരണകളും പുതുക്കാം. ചെല്ല്. അബ്ദുള്ള ബാബ, നിന്റെ ഉമ്മായും വെടിയാണെന്ന് വാപ്പ പറഞ്ഞ അറിവാണോ അതോ നീ പബ്ലിക്കായിട്ട് കണ്ടോ?
നീ കണ്ടു കാണും. കാരണം നിന്റെ ഈ സ്വഭാവം അല്ലടാ നിന്റെ ഉമ്മാക്കും ഉണ്ടാകുക. അപ്പൊ കണ്ടുകൊണ്ട് വന്ന് കാണും അല്ലേ? നാട്ടുകാർ പിടിച്ചു വെച്ച് അടിച്ചോ? സാരമില്ലടാ, അങ്ങനെയുള്ള ഒരു നബിയുടെ ആൾക്കാരല്ലേ നമ്മള്. അപ്പൊ പിന്നെ നിന്റെ ഉമ്മയും വാപ്പയൊക്കെ അങ്ങനെ ആയതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മഹാനായ പ്രവാചകനെ പോലും കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്നാണ് മക്കാര് വിളിച്ചിരുന്നത്. കാരണം തന്തയും തള്ളയും ഇല്ലാത്ത മോന് ആരോ എവിടെന്നോ എങ്ങനെയോ വളർന്നു വന്നു എന്നുള്ള രൂപത്തില്. അപ്പൊ പിന്നെ നീയൊന്നും ഇങ്ങനെയൊന്നും പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, ധൈര്യമായിട്ട് പറഞ്ഞു, പ്രശ്നമില്ല. അപ്പോ വിവാഹപ്രായം ഇറാഖിൽ ഇങ്ങനെയായപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. നിന്നെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോടാ, SD11. അതിന്റെ ഭാഷ കേട്ടാൽ അറിയാടാ നിന്റെ ഉമ്മ ഏതാളാണെന്നേ, എങ്ങനത്തെ ആളാണെന്നേ, വാപ്പ എങ്ങനത്തെ ആളായിരിക്കും എന്ന് നിന്റെ ഭാഷ കേട്ടാൽ തന്നെ അറിയാം. സാരമില്ല. അപ്പോ പറയേണ്ടി വരുന്നതാണ്. പറയരുത് എന്ന് വിചാരിച്ചാലും പലപ്പോഴും അതുപോലെ പ്രതികരിക്കരുത് എന്ന് വിചാരിക്കും, പക്ഷെ പ്രതികരിച്ചു പോകുന്നതാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഇവർക്ക് ലൈംഗിക ചൂഷണം നടത്തണം. മുത്തലാഖാണല്ലോ പറഞ്ഞു വന്നത്. അപ്പൊ ഇവര് മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു മനോരമ ചാനലിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മുസ്ലിം പുരോഹിതൻ എതിർഭാഗത്ത് റെനി, ഞാൻ വിചാരിച്ചത് തരാമോ, ഇനിയും ഇവന്റെ ഒന്നും തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞിട്ട് കാര്യമില്ല. നബിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ കറവന്മാരാണല്ലോ പറയിപ്പിക്കുന്നത്. അപ്പൊ നബിക്കേ മര്യാദയ്ക്ക് ഒരു തന്തയില്ല, പിന്നീട് എൻ്റെ തന്തയെ അന്വേഷിച്ച് വരേണ്ട കാര്യം ഇവർക്കുണ്ടോ? പിന്നെ ഇവനൊക്കെ നല്ല തന്ത ഉണ്ടാകുമോ? അതാണ് ശരി. ഇവിടെ ഇപ്പൊ ഇവര് പറയുന്ന കാരണമാണ് മുത്തലാഖ് നിരോധിക്കരുത്, ഞങ്ങൾക്ക് മുത്തലാഖ് വേണം. പുരുഷന്മാർക്ക് ഈ അപകടത്തിനകത്ത് അപകടം എന്ന ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവർക്കൊരു എമർജൻസി എക്സിറ്റ് വേണ്ടേ ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ? അല്ല, പുരുഷന്മാർക്ക് മാത്രം മതിയോ എമർജൻസി എക്സിറ്റ് എന്നാണ് ഞാൻ ചോദിച്ചത് ആ ചാനലില്. ഞാൻ ചോദിച്ചത് അങ്ങനെയാ. കാരണം സ്ത്രീകൾക്കും ഈ അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഇറങ്ങി രക്ഷപ്പെടണ്ടേ? അത് പറ്റുന്നില്ല. പുരുഷന്മാർക്ക് മാത്രം രക്ഷപ്പെടാൻ പറ്റിയ ഒരു എമർജൻസി എക്സിറ്റ് വേണം അത്രേ. എന്നിട്ട് പറയാ, മുത്തലാഖ് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ വീട്ടിനകത്ത് കൊല ചെയ്യപ്പെടും. ഇവര് കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റാ മുസ്ലിം സംഘടനകൾ. അതിന്റെ അർത്ഥം എന്താ? ഇവളുമാരെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്മാരുടെ ഭർത്താക്കന്മാരാകുന്ന കാപാലികർ അവരെ കൊല്ലും. ഇവരാരോടൊപ്പമാ നിൽക്കുന്നത്? ഇരകളോടൊപ്പമോ വേട്ടക്കാരോടൊപ്പമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവരുടെ ഒരു ആശയം എന്താണെന്ന്, ഇവരുടെ ലക്ഷ്യം എന്താണെന്ന്. അപ്പോ മുസ്ലിം സ്ത്രീയെ ഏത് രൂപത്തിലാണ് ഇവർ കാണുന്നത്? ഒരല്പമെങ്കിലും തലയ്ക്ക് വെളിവ് വച്ച പെൺകുട്ടികൾ ചിന്തിക്കും, ഇസ്ലാമിലെ സ്ത്രീ വെറുമൊരു ഭോഗവസ്തുവല്ലേ, വെറുമൊരു ഭോഗവസ്തുവല്ലേ ഞാൻ? ഭർത്താവിന് കൈത്തരിപ്പും ലൈംഗികതയ്ക്കും വേണ്ടിയുള്ള വെറുമൊരു സെക്സ് ടോയ് ആണോ ഞാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പഠിക്കാൻ ശ്രമിക്കും. അവൾക്ക് വിദ്യാഭ്യാസം നേടണം, ഇനിയും അവൾക്ക് സ്വയം പര്യാപ്തയാകാൻ ഒരു തൊഴിൽ വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം. അപ്പൊ ഇറാഖില് 9 വയസ്സുള്ള ഒരു കുഞ്ഞ് എന്ത് ജോലി ചെയ്യും? രക്ഷയില്ല. ആജീവനാന്ത കാലം ഇവരുടെ കാൽ കീഴിൽ ലൈംഗിക അടിമയായി ആ കുഞ്ഞിന് ജീവിതം നയിക്കാം. 9 വയസ്സ് വിവാഹപ്രായമാക്കിയപ്പോ നമ്മുടെ നാട്ടിലെങ്ങാനും അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകൾ നമ്മൾ കണ്ടോ? കാണത്തില്ല. കാരണം എന്തെന്നറിയാമോ? നാളെ നമ്മുടെ നാട്ടിലും ഇതേ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. ഇതേ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. ആ സമയത്ത് വോട്ട് ബാങ്ക് ആർക്കാണോ കൂടുതൽ, പ്രത്യേകിച്ച് ഇവരുടെ കയ്യിലാണല്ലോ. ഒന്നാലോചിച്ച് നോക്കിക്കോ, 9 വയസ്സുള്ള കുഞ്ഞിന്റെ മനുഷ്യാവകാശത്തിനു വേണ്ടി
ശബ്ദിക്കാൻ സാധിക്കാത്ത ഈ മലരുകൾ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ കുരച്ചവർക്കെതിരെ ഒരു വാക്കു പറയോ? പാകിസ്ഥാന് വേണ്ടി ബലൂണുകൾ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതി വിറ്റവർക്കെതിരെ ഇവർ ശബ്ദിക്കുമോ? ഇവർക്കതിന് കഴിയുമോ? ഇന്ത്യൻ ദേശീയ പതാകയ്ക്കു പകരം പലസ്തീൻ ദേശീയ പതാക ഉയർത്താൻ ശ്രമിച്ചവർക്കെതിരെ ശബ്ദിക്കാൻ ഇവർക്ക് പറ്റില്ല. ഇത്തരം രാജ്യവിരുദ്ധരെ ജനമധ്യത്തിൽ കൊണ്ടുവരിക, ഒരാൾക്കെങ്കിലും ബോധമുണ്ടാക്കാൻ സാധിച്ചാൽ ഈ എടുക്കുന്ന എഫേർട്ടിന് ഈ കേൾക്കുന്ന തന്തയ്ക്ക് വിളിക്ക്, ഈ കേൾക്കുന്ന തള്ളയ്ക്ക് വിളിക്ക്, റിസൾട്ടായി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ പോലെയുള്ളവർക്ക് മറുപടി പറയാൻ കഴിയാതെ ഇങ്ങനെ അപരാധങ്ങളും പുലഭ്യങ്ങളും തെറിവിളികളും മാത്രം പറയാൻ കഴിയുന്നത് എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ നിങ്ങളുടെ ഇത്തരം കമന്റുകൾ പ്രയോജനകരമാണ്. വേറൊരുത്തൻ ഇസ്ലാമുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അബൂബക്കർ കുറെ നേരമായി ഇങ്ങനെ ചൊറിയുന്നു. ഇസ്ലാം അറബി വാക്കാണ്, അതിന്റെ അർത്ഥം സമാധാനമാണെന്ന്. ഏത് അറബി രാജ്യത്താടാ ഇസ്ലാം സമാധാനം ഉള്ളത്? പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമല്ലേ? സമാധാനം ഉണ്ടോ? പലസ്തീനിലുണ്ടോ? അഫ്ഗാനിലുണ്ടോ? ഇറാനിലുണ്ടോ? ഏത് ഇസ്ലാമിക രാജ്യത്താടാ സമാധാനം ഉള്ളത്? നീതിബോധത്തോടെ, ക്ഷമയോടെ. നമ്മൾ കണ്ടറാ ബംഗ്ലാദേശിലെ നീതിബോധം. രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ തലയിൽ കയറി ഇരുന്നിട്ടേ മൂത്രമൊഴിക്കുന്ന സമാധാനം ഞങ്ങൾ കണ്ടു കേട്ടാ. ആ ഒരു രാജ്യസ്നേഹം ഞങ്ങൾ കണ്ടു. ഇസ്ലാം സമാധാനമാണ് എന്ന് ഞങ്ങൾ കണ്ടു. ഹമാസ് ഭീകരരെ ജൂത പെണ്ണുങ്ങളെ കൊണ്ടുപോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ബലാത്കാരം ചെയ്തപ്പോഴും, പിഞ്ചു പൈതലുകളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തെടുത്തപ്പോഴും ഇസ്ലാമിലെ സമാധാനം എന്താണ് എന്ന് ലോകം കണ്ടു. അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരെ അനാവശ്യങ്ങൾ പറഞ്ഞും പുലഭ്യം പറഞ്ഞും ഒതുക്കാനും നിശബ്ദരാക്കാനുമാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി, നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം എന്തെന്നറിയാമോ? ബോധമുള്ളവരെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ഈ കാടൻ ചിന്തകളും ഗോത്ര നിയമങ്ങളിൽ നിങ്ങൾ ആകൃഷ്ടരാകുന്നതും എന്തുകൊണ്ടാണെന്നും നിങ്ങൾ ഈ രാജ്യത്തിന്റെ സമാധാനം തല്ലിക്കെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആളുകളെ കേൾക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കിന്ന് കാര്യങ്ങൾ അറിയാം. അവർക്കിന്നത് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇവർക്കെന്താണ് വേണ്ടത്? പലസ്തീന്റെ പതാക ഉയർത്തണം. പലസ്തീൻ പ്രേമം, ജൂതന്മാരോടുള്ള വിരോധം 6-ാം നൂറ്റാണ്ട് മുതലുള്ളതാ. അയ്യൂബിനെ കുറെ നേരം കൊണ്ടേ ഞാൻ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചതാണ്. വീണ്ടും ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അയ്യൂബ് എന്ന് പറയുന്നവനെ അഴിച്ചു വിട്ടു നോക്കുമ്പോ അവൻ കേറി അങ്ങനെ അങ്ങ് മേയുവാണ്. അല്ല, റുബീന അപ്പിക്കുപ്പായക്കാരി വന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഞങ്ങൾ അടിമയായി ജീവിച്ചോളാം, നിങ്ങൾ ബേജാറാകണ്ട. എന്നാൽ ആദ്യം നീ അങ്ങ് ഇറങ്ങിപ്പോയിക്കോ ലൈവിന്ന്. അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൾ എന്തിനാടി ഈ ലൈവിനകത്ത് കയറി വന്നത്? നീ അപ്പിക്കുപ്പായത്തിൽ പൊതിഞ്ഞ് കട്ടിലേ പോയി കിടക്കടി. കൃഷിയിടമാണ്. നിസാഉക്കും ഹർസുലക്കും ഫാത്തു ഹർസക്കും അന്നാശ്രിതം. ഇപ്പൊ വരുമേൾ കലപ്പയുമായിട്ട് ചെല്ല്. ഈ ലൈവ് നിന്നെ പോലെയുള്ളവർക്കുള്ളതല്ല, അപ്പിക്കുപ്പായക്കാരികൾക്കുള്ളതല്ല. അതിനകത്തും ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് 10 വട്ടം കേൾക്കുമ്പോൾ ഒരിക്കലെങ്കിലും ബോധമുണ്ടാകും. ഇവര് ജീവൻ പണയം വെച്ച് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കും. ഡി റുബീന, ഇത് കേൾക്കുന്നോ ഇല്ലേന്ന് എനിക്കറിയില്ല. എന്നാലും നീ ചത്തുമലച്ചവിടെ എത്തുമ്പോൾ നിനക്ക് എന്താണ് കിട്ടുന്നത് എന്ന് നീ ഉസ്താദിനോടൊന്ന് ചോദിക്കണം. നിന്റെ കെട്ടിയോൻ 72 ഹൂറികളുമായി സുഖസുന്ദരമായി ഉന്മാദത്തോടെ കളിച്ച് ലയിച്ച് മദ്യപ്പുഴയിൽ ആറാടി ജീവിക്കുമ്പോൾ നിന്റെ ഭർത്താവിന്റെ ഈ കളി കണ്ട്
ആത്മനിർവൃതി അടയാമെന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഉണ്ടാകില്ല. നിനക്ക് എന്താണ് സ്വർഗത്തിലുള്ളതെന്ന് ഖുർആൻ എടുത്ത് നോക്ക്. അതല്ലെങ്കിൽ നിന്റെ ഉസ്താദന്മാരോട് പോയി ചോദിക്കിച്ചല്ലേ. സമാധാന മതക്കാരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നും അവരൊരു അവസരത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുവാണെന്നും അറിയുന്നവർക്കറിയാം. ഇവരെ ആരോ പറയുന്നുണ്ടല്ലോ, ബാബുമോൻ, ഭൂരിപക്ഷമാകാനല്ല ഇവര് കാത്തിരിക്കുന്നത്. 12% മുതൽ ഇവര് തുടങ്ങും പ്രശ്നങ്ങൾ. 12% കഴിഞ്ഞാൽ ഇവരുടെ അവകാശങ്ങൾ ക്രമേണ ചോദിച്ചു തുടങ്ങും. 20 കഴിഞ്ഞാൽ ഇവർ സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കും. 25 കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സമാധാനം തല്ലിക്കെടുത്തും. 30 മുതൽ അവകാശത്തിനു വേണ്ടി ഇവർ പബ്ലിക്കിൽ ഇറങ്ങി കത്തിക്കും, കലാപങ്ങൾ ഉണ്ടാക്കും, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും, നാടവർ കുട്ടിച്ചോറാക്കും. എല്ലാ രാജ്യങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. ഇവർ 1% മുതൽ 100% വരെ ആയാൽ ഇവർ ആ രാജ്യത്തെ എങ്ങനെയായിരിക്കുമെന്ന് ഒരുപാട് ആളുകൾ കൃത്യമായി അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനാർഹമായ രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ചൈനയും അമേരിക്കയും മുതൽ ബംഗ്ലാദേശ് വരെ അവരൊക്കെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. എത്ര ശതമാനമായാലാണ് ഇവർ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത്, എത്രയാകുന്നത് മുറയ്ക്കാണ് ഇവർ ഇവരുടെ ശരിയായ രീതികൾ പുറത്തെടുക്കുന്നത്. അതൊക്കെ അനുഭവസ്ഥരായ ആളുകൾ ഉദാഹരണ സഹിതം എഴുതി മുന്നോട്ട് വന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ചൈനയിൽ ഈ മതം മാനസിക രോഗമാണ്. അവിടെ പോയിട്ട് കുലു തക്ബീർ എങ്ങാനും വിളിച്ചാൽ പിന്നീട് ജയില്, അതല്ലെങ്കിൽ മാനസിക രോഗ കേന്ദ്രം. കാരണം അവിടെ മാനസിക രോഗമാണ് മതം. ഇപ്പൊ മനസ്സിലായോ? ജുനൈദിന് ചിരി വരുന്നെങ്കിൽ ഒരിടത്ത് മാറിപ്പോയിരുന്ന് ചിരിച്ചോ. ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ കേൾക്കാതെങ്കിലും ഇരുന്നൂടെ. ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടേ? നമുക്ക് താല്പര്യമില്ല, ശരി, വേണ്ട, വിട്ടേക്കാം. അങ്ങനെയെങ്കിലും തോന്നാനുള്ള ഒരു ബുദ്ധി ഇവർക്ക് വേണ്ടേ? അതില്ല. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. നന്ദി.